കൊച്ചിയിൽ തൊഴിൽ ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ടാർഗറ്റ് പൂർത്തിയാകാത്തവരെ കഴുത്തിൽ നായ്കൾക്ക് ഉപയോഗിക്കുന്ന ബെൽറ്റ് ഇട്ട് നടത്തിച്ച വാർത്ത വന്ന ദിനം കൂടിയാണ്. ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലായിരുന്നു നടുക്കുന്ന സംഭവം നടന്നത്. ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് ഈ സ്ഥാപനം ഉള്ള ഇടത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു, അമൽ സുരേന്ദ്രൻ. അമൽ, അങ്ങേയറ്റം നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ഈ പരിഷ്കൃത സമൂഹത്തിൽ പ്രാകൃതമെന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. അതിനും ക്രൂരമായ രീതിയിൽ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന് സമാനതയില്ലാത്ത ക്രൂരത. ഇപ്പോൾ ആ സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ഇപ്പോഴും തൊഴിലാളികളുണ്ട്. എന്താണ് അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം? സുഹൈൽ, ഏതായാലും സമൂഹത്തെ ആകെ ഒന്നടങ്കം നെടുക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ന് പുറത്തു വന്നത്. തൊഴിൽ പീഡനം 100% സാക്ഷരതയുണ്ട് എന്ന് പറയുന്ന, തൊഴിലാളി അവകാശങ്ങളെല്ലാം പുലരുന്നത് എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിലാണ് ഇന്ന് നടക്കുന്ന ഒരു വാർത്തയുണ്ടായത്. പാലാരിവട്ടം ജനതാ റോഡിലുള്ള ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന മാർക്കറ്റിംഗ് കമ്പനിയിലാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നതിന്റെ പേരിൽ കഠിനമായി ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു. ഏതായാലും ഇപ്പോൾ പാലാരിവട്ടത്തെ ഈ ഒരു കമ്പനിയിലേക്ക്, തൊഴിൽ പീഡനം നടന്ന ഈ കമ്പനിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നടപടികളെല്ലാമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് കമ്പനി അധികൃതരെല്ലാം സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു തരത്തിലും മാധ്യമങ്ങൾ അകത്തേക്ക് കയറ്റിവിടാതെ കമ്പനിയുടെ ഉടമകളെല്ലാം രക്ഷിക്കുന്ന രീതിയിലാണ് പോലീസിന്റെ സമീപനം ഉണ്ടാകുന്നത്. പോലീസുകാർ മാധ്യമങ്ങളെ ഒരു തരത്തിലും അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഈ സംഘർഷ സാധ്യത, അതായത് പോലീസ് ഈ സംഘർഷം തടയാൻ എന്ന പേരിൽ മാധ്യമങ്ങളെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോടെല്ലാം മാധ്യമങ്ങൾ പലതരത്തിൽ പറഞ്ഞു നോക്കിയിട്ടും അവർ ഒരു തരത്തിലും ഈ കമ്പനിയുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. ഏതായാലും നമുക്കറിയാവുന്നതാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് ഇപ്പോൾ ഈ കമ്പനിക്ക് അകത്തേക്ക് കടന്നിട്ടുണ്ട്. കമ്പനിക്ക് അകത്തേക്ക് കടന്ന് അവിടെ സംഘർഷാവസ്ഥകൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കമ്പനിയുടെ ഉടമയായ ഉബൈദിനെതിരെയാണ് പ്രധാനമായിട്ടുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത്. ഇയാൾ നേരത്തെയും സമാനമായിട്ടുള്ള നിലയിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കെൽട്രോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്തു, ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നൊരു ആരോപണം ഇയാൾക്കെതിരെ നിൽക്കുന്നു. അതിന്റെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് ഇദ്ദേഹത്തിന് പേരിൽ കേസെടുത്തിട്ടുള്ളതാണ്. ഈ കേസിന്റെ പശ്ചാത്തലം കൂടി ഉള്ളപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തൊഴിൽ പീഡനം ഇയാളുടെ പേരിൽ ഉണ്ടാകുന്നത്. നമുക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് തൊഴിലാളികളെതിരെ തൊഴിലുണ്ടായ പീഡനത്തെ ചെറുക്കാൻ വന്ന പ്രതിഷേധക്കാരെ ഒരു പിടിച്ചു മാറ്റുന്ന രീതിയിലാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പോലീസ് ഈ കമ്പനി ഉടമകളെ സംരക്ഷിച്ചു നിർത്തുന്ന രീതിയിലാണ് പലപ്പോഴും പെരുമാറുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്വകാര്യ സ്ഥലമാണ്, ഇവിടെ കൃത്യമായ സുരക്ഷകൾ പാലിക്കണം എന്നൊക്കെ ഉള്ളപ്പോൾ തന്നെയും, ഈ മാർച്ച് അകത്തുണ്ട് എന്ന് നിൽക്കുമ്പോൾ തന്നെയും മാധ്യമങ്ങളെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ അങ്ങേയറ്റം ഏകപക്ഷീയമായ ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ എംഡിയുടെ, അതായത് ഈ സ്ഥാപനത്തിന്റെ എംഡിയുടെ കസേരയും എടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധം ശക്തമായി തന്നെ ഇപ്പോൾ ഉണ്ടാവേണ്ട ഒരു ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്ര ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ കമ്പനിക്കുള്ളിലേക്ക് നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് അകത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരെല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു 3 നില കെട്ടിടത്തിലാണ് ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. ഈ കമ്പനിയിൽ വെച്ച് തന്നെയാണ് വളരെ ചെറിയ സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികൾക്ക് നേരെ ഇത്രയും മോശമായിട്ടുള്ള ഒരു തൊഴിൽ പീഡനം ഉണ്ടായത്. ഇവിടുത്തെ പട്ടികളുടെ കഴുത്തിലിടുന്ന തൊടലിട്ടുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാരോട് മുട്ടിലിഴഞ്ഞു കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നതിന്റെ പേരിൽ പഴവും മറ്റും കടിച്ച് നിലത്തേക്ക് തുപ്പിയിട്ട് അത് മുട്ടിലിഴഞ്ഞു പോയി എടുത്ത് കഴിക്കാൻ ആജ്ഞാപിക്കുക, ജോലിക്കാരായിട്ടുള്ള പുരുഷന്മാരെ നഗ്നരാക്കി നിർത്തിക്കൊണ്ട് വടി ഉപയോഗിച്ച് അവരുടെ ലൈംഗികമായിട്ടുള്ള അവരെ ഉപദ്രവിക്കുക, ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള നടപടികളാണ് ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായത് എന്നാണ് നമുക്ക് ഇന്ന് പകൽ കാണാൻ സാധിച്ചത്. ഏതായാലും മനസ്സാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള തൊഴിൽ പീഡനത്തിന് എതിരായിട്ട് ഇപ്പോൾ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള കേരളത്തിന്റെ മനസ്സ് ഒരേപോലെ പ്രതികരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് ഇവിടെ തീർത്തിയിരിക്കുന്നത്. പലപ്പോഴും മാധ്യമങ്ങളെ പോലും അകത്തേക്ക് കടക്കാതെ ഈ പ്രതിഷേധത്തെ തണുപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും
ഇതുവരെയും ഉബൈദിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ പോലീസ് മാധ്യമങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലവകാശങ്ങൾക്കായി സമരഗാഥകൾ കണ്ട നാട്ടിൽ എന്നോ നമ്മൾ തല്ലിത്തകർത്ത അടിമ ഉടമ വ്യവസ്ഥകൾക്കെതിരേക്ക് പോരാട്ടങ്ങൾ കണ്ട നാട്ടിൽ ഇതാ ഈ കാലത്ത് ഇന്ന് ഉടമയുടെ അടിമയെ പ്രവർത്തിക്കേണ്ടി വരുന്ന തൊഴിലാളികളുടെ അങ്ങേയറ്റം ക്രൂരമായി